ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് സ്പ്ലിറ്റൻസ്, അത് വരാനുള്ള കാരണം, അതെങ്ങനെയാണ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ മുടിയുടെ അറ്റം ഇതേപോലെ രണ്ടായിട്ട് പിളരുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് കാണാൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ കേട് സംഭവിക്കുക, അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു ക്യൂട്ടിക്കൽസ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതേപോലെ നമുക്ക് സ്പ്ലിറ്റൻസ് ധാരാളമായിട്ട് വരാറ്. കൂടുതലായിട്ട് ഇത് വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുക, അമിതമായിട്ട് ഷാമ്പു ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഡ്രയർ, ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ വരാറുള്ളത്. അപ്പം സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് സ്പ്ലിറ്റൻസ് എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ മുടിയുടെ അറ്റത്തായിട്ട് ഇതേപോലെ രണ്ടായിട്ട് പിളർന്ന് നിൽക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുത്തുകുത്തൊക്കെ ആയിട്ട് കാണുന്നതാണ് സ്പ്ലിറ്റൻസ്. ഇത് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ മുടി ഇതേപോലെ ഡ്രൈ ആയിട്ടിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കെയർ ഒന്നും ചെയ്യാത്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വരാതിരിക്കാനായിട്ട് നമുക്ക് കുറേ അധികം ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സ്പ്ലിറ്റൻസ് 16 ടൈപ്പിലും കൂടുതലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായിട്ട് കാണാം നമ്മുടെ മുടിയുടെ അറ്റം ഇതേപോലെ രണ്ടായിട്ട് പിളരാം, അതല്ലാന്നുണ്ടെങ്കിൽ മുടിയുടെ അറ്റത്തായിട്ട് ചെറിയ ചെറിയ ഡോട്ടായിട്ട് കാണാം. അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തായിട്ട് കുറേ അധികം സ്പ്ലിറ്റ് ആയിട്ട് മുടി നിൽക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നടുക്ക് വെച്ചിട്ട് ഇതേപോലെ ചെറിയൊരു ഹോള് പോലെ അങ്ങനെയായിട്ടും സ്പ്ലിറ്റൻസ് വരാറുണ്ട്. ചിലത് നമുക്കൊരു കെട്ട് പോലെ അങ്ങനത്തെ സ്പ്ലിറ്റൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ 16ൽ കൂടുതൽ തരം സ്പ്ലിറ്റൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റൻസിനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ ഒരേ ലെങ്ത് ഒന്നും നമ്മുടെ മുടിക്ക് ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ആവും കേട്ടോ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലേക്ക് ആ ഒരു സൂര്യപ്രകാശം, അതേപോലെ തന്നെ കാറ്റും പൊടിയൊക്കെ പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്ക് അടിഞ്ഞുകൂടും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റൻസ് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മാസം കൂടുമ്പോൾ ഇടയ്ക്കായിട്ട് നമ്മുടെ മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി സ്പ്ലിറ്റൻസ് വരാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് നമ്മുടെ മുടിയിൽ ഒന്നെങ്കിൽ അലോവേരയുടെ ജെല്ല് നമ്മുടെ സ്കാൽപ്പിൽ മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പറ്റത്തൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ തേങ്ങാപ്പാലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റൻസ് നമുക്ക് വരാതിരിക്കാനായിട്ടും നമ്മുടെ മുടി നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. മൂന്നാമതായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചെമ്പരത്തിയും അതേപോലെ തന്നെ കറ്റാരവാഴയും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ നമുക്ക് സ്പ്ലിറ്റൻസ് നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പാക്കുകൾ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കുക, അതേപോലെ തന്നെ സെറം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ആ ഒരു സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ടായാലും സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് 3 മാസം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കുക. ഇതേപോലെ സിമ്പിളായിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി കാണാനായിട്ട് ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കാരണം മുടിയുടെ അറ്റം ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ മുടിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു വെള്ള കുത്തു പോലെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് എന്താ ഒരു വൃത്തി ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലെ ആ ഒരു പോഷക ഘടകങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ ക്യൂട്ടിക്കൽസ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതേപോലെ നമുക്ക് സ്പ്ലിറ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ മുടി കട്ട് ചെയ്ത് കളയേണ്ടി വരും.
സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗം നിങ്ങളൊരു ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതേപോലെ വന്ന സ്പ്ലിറ്റൻസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മുടിയിൽ ഇതേപോലെ സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഹീറ്റിംഗ് ടൂൾസ് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഡ്രയറൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ദിവസം നിങ്ങൾ തല നനയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഒഴിവാക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ നല്ല ഒരു ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഉപയോഗിക്കാം. മുടിയുടെ അറ്റം ഇതേപോലെ നിങ്ങൾ 3 മാസം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ടുള്ള ചില ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസ് മാറിയിട്ട് നല്ല ഒരേ ലെങ്ത്തിൽ തന്നെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പം പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും സ്പ്ലിറ്റൻസ് നമ്മുടെ മുടിയിൽ വരില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക.